വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പാലക്കാടേക്ക് ട്രിപ്പ് പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊരു നല്ല വൈബാണ് ഫ്രണ്ട്സ്. നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രണ്ട്സ് നമുക്ക് കാറിലേക്ക് കയറാം. നമ്മളെ കാറ് ഫുള്ള് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഫുൾ ആൾക്കാർ. ഇവിടെ ഞാനും ഇന്ത്യയാണ് ഇരിക്കുന്നത്. അതിലേക്ക് മുമ്പൊന്നും എല്ലാവരും കൂടി ചാടി വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചാൽ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോത്തോണ്ടി ഡാമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡാമിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോത്തോണ്ടി പാർക്കിലാണ് കേട്ടോ എത്തിയത്. ഇവിടെ നല്ല മനോഹരമായൊരു പുൽക്കൂടുണ്ട് ഫ്രണ്ട്സ്. നല്ല രസമാണ് ഫ്രണ്ട്സ് കാണാൻ. ഇനി നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. ഇനി അവിടെ ഒരു വലിയ പാലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പാലം നല്ലൊരു സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ മുകളിൽ വരെ കയറണം. എന്നാൽ ഫ്രണ്ട്സ് നല്ല വ്യൂ ആയിരിക്കുമെന്ന് തോന്നുന്നു. അവിടെയാണ് ഡാമെന്നാണ് തോന്നുന്നത് കേട്ടോ. ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡാം വരുന്നതെന്നാണ് കേട്ടത്. ഇവിടെ ഒരു നല്ല റോക്ക് ഉണ്ട്. നമ്മൾ റിയലായിട്ട് ശരിക്കും കണ്ടാലേ ഫ്രണ്ട്സ് ഇതിനൊരു രസമുള്ളൂ കേട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഭയങ്കര കഷ്ടമാണ് ഫ്രണ്ട്സ്. ഭയങ്കര കുറച്ച് വലിപ്പമുള്ള പടികളാണ് ഫസ്റ്റ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടാവും. നമ്മൾ ഏറ്റവും മുകളിൽ കയറിയതിന് ശേഷം നമ്മൾ താഴോട്ട് നോക്കിയാൽ നല്ല രസമുണ്ടാവും. ഞാൻ അപ്പോൾ ഒരു ജീൻസും ടോപ്പുമാണ് ഇട്ടത് ഫ്രണ്ട്സ്. ഈ ഒരു ഭാഗത്ത് വലിയ മലയാണ് ഫ്രണ്ട്സ്. അതുപോലെ ഈ ഒരു ഭാഗത്തും നല്ല മലയാണ്. ഞാൻ ഞങ്ങൾക്ക് അതിൻ്റെ ചിത്രം ഒന്ന് കാണാം. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്. നൈറ്റ് മേഘങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് താഴെ നോക്കിയപ്പോൾ ഉള്ള വ്യൂ. നമുക്ക് ബാക്കി കൂടി കയറാം. എൻ്റെ അമ്മയൊക്കെ മുമ്പ് പോയിട്ടുണ്ട്, നമുക്കും പോവാം ഫ്രണ്ട്സ്. നമ്മൾ നല്ല രസമാണ് ഫ്രണ്ട്സ് കാണാൻ. തന്നെ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇതാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ കുറേയൊക്കെ കളിക്കാനാണുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിൻ്റെ വ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്ഥലം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്നെ കണ്ടിട്ട് വിചാരിക്കാൻ ഭയങ്കര സ്റ്റൈലാണ്. ബട്ട് ഫ്രണ്ട്സ്, ഞാൻ ഫോട്ടോ എടുക്കാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ല രസമുള്ളൊരു സ്ഥലമായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് തോന്നിയത്. കുറേ ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അപ്പം ഞാൻ കൂടി ഒന്ന് കളിക്കണം. അപ്പം വീഡിയോ എടുക്കും ഫ്രണ്ട്സ്. അപ്പം നമുക്ക് അടുത്തത് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകാം. അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിക്കാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിനി കാട് കയറാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സ് ഇതാ ഫ്രണ്ട്സ് കൊരങ്ങനിതാ ഫ്രണ്ട്സ്. നമ്മളിങ്ങോട്ട് വരുന്നുണ്ട്.
നമുക്ക് ഉണ്ടല്ലോ അതിന് ഭയമൊന്നും കൊടുക്കണ്ട കേട്ടോ. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നാണ്. നമ്മളിപ്പോ നെല്ലിയാമ്പതി ട്രക്കിങ്ങിന് പോവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഏതോ ഒരു ഭ്രമരം സിനിമ ചിത്രീകരിച്ച ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് മാത്രമേ ഞാൻ വീഡിയോ എടുക്കൂ, കാരണം ഫോണ് ഞാൻ തെറിച്ചാലെങ്കിൽ നല്ല കിട്ടും. നമ്മള് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഒരു വലിയ പാറയിൻ്റെ മുളകൂടെയൊക്കെ നമ്മൾ ചാടി വന്നു ഫ്രണ്ട്സ്. ഭയങ്കര കൂക്കൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ കയറി ഡാലറ്റിലൊക്കെ പോയി നമ്മൾ പിന്നെയും കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. പ്ലീസ് മൂവ് അച്ചോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മളെ കേശവൻപാറയിലെ വ്യൂ. നല്ല രസമുള്ള വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ട്സ്. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കടുത്ത കാറ്റ്. കുറേ നേരത്തിന് ശേഷം നമ്മൾ എന്തോ ഒരു പറഞ്ഞ പോലെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഫൈനൽ വ്യൂ. സൂപ്പർ വ്യൂ ആണ്. ഷാളൊന്നും ഇടാനേ നന്നായിട്ട് നന്നായിട്ട് ഫുള്ളായിട്ടൊന്നും കാണിച്ചില്ല. എല്ലാവരെയും ഡ്രസ്സൊക്കെ നല്ല പാറി പറക്കാണ്. നമ്മൾ വന്ന ജീപ്പാണ്, യെല്ലോ കളർ ജീപ്പാണ്. അപ്പം നല്ല സണ്ണൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് എനിക്ക് അത്ര പ്രശ്നമില്ലാത്തത് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ഫ്രണ്ട്സ് നമ്മൾ ഓഫ് റോഡ് കുറേ കല്ലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഫോൺ തെറിച്ചു പോകുന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കും, കുറച്ചെങ്കിലും എടുക്കും. ഇത് ഉറപ്പുള്ള കാര്യമാണ്, കുറച്ചെങ്കിലും നമ്മളെടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. നമ്മൾ ആ ഫോറസ്റ്റിനകത്ത് വീട് കാണാണ്ടോ ഇതൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര കാറ്റാണ് ഫ്രണ്ട്സ് ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഫ്രണ്ട്സ്. നല്ല കാറ്റുണ്ട്. പപ്പാ ഫ്രണ്ട്സ് ഇവിടെ നല്ലൊരു സീനറി ഉണ്ട് ഫ്രണ്ട്സ്. ഇതിൻ്റെ ഉമ്മൻ്റെ ഫ്രണ്ട് അത് പിടിച്ച തൽക്കാലത്തേക്ക്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ഇതിൻ്റെ അമ്മ, ഇതിൻ്റെ അപ്പ, ഫ്രണ്ട്സ്. ഇനി നമുക്കെൻ്റെ അനിയത്തിമാരൊക്കെ കാണാം. ഇത് ഫ്രണ്ട്സ് യൂസഫ് മാമനെ. വാ 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 വാ. ദിലിച്ചു. ഇത് കുഞ്ഞനെ. അടുത്തത് എൻ്റെ പേര് അച്ചു. വാ എൻ്റെ അനിയത്തി. ഹലോ ഹായ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ. വേറെ ഒരാളുണ്ട് ഫ്രണ്ട്സ്, ഞാൻ കാണിച്ച ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളെ ജീപ്പ് വരാറ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞതിന് ഇനി ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ പോകുന്ന വീഡിയോ നമ്മൾ നോക്കാം. അതുപോലെ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് എയർപ്ലെയിൻ എന്ന് പോകുന്നത്. അങ്ങനെ അങ്ങോട്ട് കിട്ടത്തില്ല, എന്നാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് ഇതാണ് കാട്ടു പോകുന്നത്. ഭയങ്കര കൊമ്പാണ്. പിന്നെന്താക്കാൻ
അതുപോലെ തന്നെ നമുക്കൊരു വലിയ കാര്യം കൂടി പറയാണ്ട് ഫ്രണ്ട്സ്, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് ഭയങ്കര തണുപ്പാണ്. അതുപോലെ ഇവിടെ കുറേ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 5 മണിക്ക് ശേഷം അവിടെ ഫുള്ള് മൃഗങ്ങളുണ്ടാവും. ഇപ്പം തന്നെ ഒരു കാട്ടുപോത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ ഒന്നായിട്ട് ഈലങ്ങനെ പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി രാത്രിക്കത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ്. നമ്മളെ ഫസ്റ്റ് ഡേ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.